ഹമാസിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് നേതാക്കൾ എവിടെയായാലും അവിടെ ആക്രമിക്കും എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഗസയ്ക്ക് മികച്ച ഭാവി ഉണ്ടാകില്ലെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. അതേസമയം ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകിയെന്നാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഇക്കാര്യത്തിൽ നിരവധി പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ. ഡൊണാൾഡ് ട്രംപ് ഇനി ഖത്തറിനെ ആക്രമിക്കില്ല ഇസ്രയേൽ എന്ന് ഉറപ്പു നൽകുമ്പോൾ ഖത്തറിനെ ആക്രമിക്കും മുമ്പ് ട്രംപിനെ അത് അറിയിച്ചിരുന്നു. എന്നാൽ ട്രംപ് അത് നോ എന്ന് പറഞ്ഞില്ല എന്നാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. ഇസ്രയേൽ മൊത്തത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആ മേഖലയിലെ ഒരു രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. കൃഷ്ണ, കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്ന നിലപാട് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം ഇസ്രയേലിന്റെ കരയാക്രമണത്തിനെതിരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നതിനായി ഹമാസ് ബന്ദികളെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയതായിട്ട് ഒരു റിപ്പോർട്ട് വായിച്ചതായിട്ട് ട്രംപ് പറയുന്നത് ഇത് ക്രൂരതയാണ്, എല്ലാ ബന്ദികളെയും ഉടൻ റിലീസ് ചെയ്യുക എന്നൊരു ഡിമാൻഡും കൂടെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഒരു വശത്ത് അറബ് മുസ്ലിം നേതാക്കൾ ഈ ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച ഖത്തറിന് നേരെ നടത്തിയ ആക്രമണം അപലപിക്കുവാൻ യോഗം ചേരുമ്പോൾ മറുവശത്ത് ഇതൊന്നും വകവയ്ക്കാതെ ഇസ്രയേൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഹമാസിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതാണ് ഇന്നലെ കണ്ടത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസ് എവിടെയാണോ ഉള്ളത് എന്നുള്ള ഒരു വിഷയമേ അല്ല, ആക്രമിച്ചിരിക്കുമെന്നാണ്. അതായത് മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കുമെന്നുള്ളൊരു സൂചനയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നെതന്യാഹുവിനോടൊപ്പം സംസാരിച്ച യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകാതെ ഗസയ്ക്ക് ഒരു പുതിയ മികച്ച അല്ലെങ്കിൽ ഒരു നല്ല ഭാവി ഉണ്ടാകില്ല എന്നാണ്. നയതന്ത്ര ചാനലുകളിലൂടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യു.എസിന്റെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള സാധ്യത ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു മാർഗങ്ങൾക്കായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണെന്നും റൂബിയോ പറയുന്നു. ഇനിയും ശേഷിക്കുന്ന ബന്ദികളെയൊക്കെ വിട്ടു നൽകി ഹമാസ് കീഴടങ്ങണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഇന്ന് ഖത്തർ സന്ദർശിക്കും. ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുവാൻ ഖത്തറിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം ഖത്തറിൽ ചേർന്ന ഈ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.